ഹായ് ഡിയേഴ്സ്, ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള നെഗാസിൻ്റെ അടിപൊളി കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പവനിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്നും 1 ഗ്രാം 1.5 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജ്യോതി പറയുന്നത് 1.5 ഗ്രാമും 1 ഗ്രാമും അല്ല കേട്ടോ, 1 പവനാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും കൂട്ടുകാരെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റുകളാണ് ഞങ്ങളിവിടെ കാത്തിരിക്കുന്നത്. കാരണം നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കുക. അപ്പം ഞങ്ങൾ വീഡിയോയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അതുപോലെ തന്നെ നിങ്ങൾ ക്ലിയർ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കളക്ഷൻ നമ്മൾ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെഗാസിന് നല്ല സൂപ്പറായിട്ടുള്ള കളക്ഷൻ കാണിക്കാം. ജസ്റ്റ് ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് ജ്യോതിനെ ഒന്ന് അണിയിച്ചൊരുക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു എന്താണെന്നറിയോ, എന്ത് സാധനം നമ്മൾ ഇട്ട് കാണിക്കുമ്പോൾ അതൊന്ന് വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് ജ്യോതിനെ എന്നിട്ട് നെഗാസിൻ്റെ നല്ല ഇതുപോലത്തെ കളക്ഷനൊക്കെയാണ്. അപ്പോൾ അത് ഇട്ട് കാണിക്കുമ്പോൾ വേറൊരു ലെവലാണ്. അപ്പോൾ എന്നെ കാണിക്കില്ല, എനിക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ആദ്യം ഇത് കാണിക്കാം അല്ലേ. ഡെമ്മിയിലുള്ള ഫസ്റ്റ് വന്നിട്ട് 1 പവനിലാണ് കേട്ടോ ഇതൊക്കെ, ഈ സെറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ മേലെ ഏത് ദേവിയാടാ, ഒരു ദേവിയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് 1 പവനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള സെറ്റുകൾ. ഇനി അടുത്തത് ഇത് ഏതാ ദേവി എന്നും കൂടെ പറയണേ, അങ്ങനെ ഒന്നും ചോദിക്കില്ല കേട്ടോ. എന്തായാലും ഇതിൻ്റെ മേലെ ഒരു ദേവിയുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, അപ്പം ഇനി അടുത്തത് കാണിക്കാം. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വെഡ്ഡിങ്ങിനും അതേപോലെ തന്നെ സാരിയിലേക്കൊക്കെ ഒരു എണ്ണ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, പാർട്ടി വെയർ ആയിട്ട്. സെറ്റ് മുണ്ടിന് ഇവിടെ എനിക്കിന്ന് സെറ്റ് മുണ്ട് എടുക്കാഞ്ഞില്ലേ. അപ്പം ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള കളക്ഷനാണ്. നോക്കിയേ, കണ്ടോ, ഇതുപോലെ നമ്മുടെ ഒരു ട്രഡീഷണൽ ലുക്ക്, അതൊരു ഭംഗി തന്നെയല്ലേ. സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇനി അടുത്തത് കാണിക്കാം. ഇത് നോക്കിയേ, കുറച്ചും കൂടെ ഒരു സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. റെഡ് സ്റ്റോണൊക്കെ വന്നിട്ടുണ്ട്. കണ്ട, ഇത് ഞാനിട്ട് കാണിക്കുന്നതൊക്കെ നല്ലത് നമുക്ക് ജ്യോതിനെ സെറ്റ് ചെയ്യാണ്. കണ്ട, നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓർഡേഴ്സ് തന്നവരുടെയൊക്കെ നമ്മളെല്ലാം ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും ആവശ്യമുള്ളവർക്ക് ലൈറ്റ് വെയിറ്റ് കളക്ഷനും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. കണ്ട, നമ്മളില്ലേ ഇതുവരെ സ്കീമിനെ കുറിച്ച് പറയട്ടാണ്. നമ്മൾ ഇന്നലെ സ്കീമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് എൻക്വയറി ഉണ്ട്. കാരണം ഒരുപാട് പേർക്ക് സ്കീം എന്താണ് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയില്ല, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അത് ഇന്നലെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതന്നെ. ജ്യോതി, നീ സ്കീമിൽ ചേർന്ന് എടുത്തതൊന്ന് കാണിച്ചു കൊടുത്തേ. നല്ല സ്കീമിൽ ചേർന്നിട്ടാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അതുപോലെയൊക്കെ ഓരോന്നൊക്കെ നമുക്ക് ലേഡീസിന് എടുത്തിടാം. ഹസ്ബൻഡ് തന്നെ എടുത്തു തരണം, ഉമ്മ തന്നെ എടുത്തു തരണം, ഉപ്പ തന്നെ എടുത്തു തരണം എന്നൊന്നുമില്ല. നമുക്ക് മിച്ചം വെച്ചിട്ട് എടുത്തിടാം കേട്ടോ. കണ്ടോ, ഇതിൽ വന്നിട്ട് സ്റ്റോൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ റൗണ്ട് കേട്ടോ, അതിലൊരു പിക്ചറൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഇതൊക്കെ നെഗാസിൻ്റെ ഈ കളക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് 1 പവനിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനിയും ഉണ്ട്. ഇനി ഇതാ ഇവിടെ നോക്കിയേ, ഇതൊക്കെ നമ്മൾ ദിനിയേട്ടൻ അടിപൊളിയിൽ സെറ്റ് ചെയ്ത് വെച്ച് പോയതാട്ടോ. പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ദിനിയേട്ടനെ കുറിച്ചിട്ട്, പറയണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പറയുകയാണ്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കണ്ടോ, സൂപ്പർ ഉണ്ടല്ലേ, രസമുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ സെറ്റ് സാരി സെറ്റ് മുണ്ടിലൊക്കെ. ഇതിൽ പിന്നെ ഇതിലും ഉണ്ട് കേട്ടോ ഒരുപാട് ദേവികളുടെ ഒക്കെ ഒരു ഇതൊക്കെ ട്രഡീഷണലാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വെഡ്ഡിങ്ങിന് നമുക്ക് ഒരെണ്ണം മതി, ഗോൾഡായിട്ടാണെങ്കിലും ഇത് മാത്രം ഇട്ടാലും ഒരു ലുക്കാണ് അല്ലേ. പിന്നെ ഇപ്പോൾ ഫാൻസി ആണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബാക്കിയൊക്കെ കേരള മോഡലാണ്, ഒരെണ്ണം ട്രഡീഷണൽ ആണെങ്കിലും അതും ഭംഗിയാണ് കേട്ടോ. എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. ഇതൊക്കെ ഇത് 2 ലെയർ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. കണ്ടോ, ഞാൻ സോളും പൂളൊക്കെ കുത്തിത്തിരികൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിങ്ങനെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
ഇനി അടുത്ത കളക്ഷത്തിൽ കണ്ടില്ല ഒരു ദേവി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്തത് കൃഷ്ണൻ. അല്ല, ഞാൻ ദേവി ദേവി എന്ന് പറയുമ്പോൾ എന്തോ ദേവിയോ കൃഷ്ണനോ ആരും ഉണ്ട് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിൽ കൃഷ്ണനാന്ന് ഇവള് പറഞ്ഞത് കൊണ്ട് ഇതിലിതാ കൃഷ്ണനും രാധയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്താ റെഡിൽ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് അല്ലേ? കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട്. ഒരു ഐറ്റം കണ്ടോ, അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. എല്ലാം നമ്മുടെ സ്വന്തം ജ്യോതിനൊന്ന് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കണ്ട ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ കേട്ടോ. അപ്പോൾ മുത്തോണീസ്, നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു മോഡൽ ഉണ്ടല്ലോ, ഈ ഒരു സൂപ്പർ മോഡൽ നമ്മളെ ജ്യോതിക്കുട്ടീനെ ഒന്ന് അണിയിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞിരുന്നേ കല്യാണത്തിനൊന്നും ഇതുപോലെ ഒന്ന് മോഡൽ ഇടാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ നമുക്ക് ആ പരാതികൾ തീർക്കാലോ, തീർത്തു കൊടുക്കണം. നമ്മളെ ആരെന്ത് പരാതി പറഞ്ഞാലും അത് തീർക്കും നമ്മൾ. അപ്പം ഞാനിങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്, അവൾ തന്നെ ആദ്യം ഇടട്ടെ കേട്ടോ. നോക്കിയേ, നല്ല ഭംഗിയുണ്ട് ഇത് കഴുത്തിൽ വരുമ്പോൾ. ഞാനിത് ലാസ്റ്റ് എല്ലാം അണിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ബാക്ക് ക്യാമറയിൽ എടുത്തു കൊടുക്കാം. വേണ്ട, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഒരുപാട് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോന്നോരോന്നായി നമ്മുടെ മുത്തുമണിക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിതാ നേരത്തെ കാണിച്ച നമ്മുടെ ഈ ഒരു ഐറ്റം 2 ലെയർ വന്നിട്ട് ഇങ്ങനെയുള്ളത് കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കേണ്ട, ഇന്ന് ജ്യോതിയുടെ ഏട്ടൻ ജ്യോതിനെ കണ്ട സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ എന്ന്. കുറച്ച് ഇറക്കിയിടണം, അങ്ങനെയാണോ? കുറച്ച് ലോസാക്കാം. ഓക്കെ, കേട്ടണോ? ജ്യോതി കാര്യമായിട്ട് തന്നെയാണ് കേട്ടോ മക്കളെ. നന്നായിട്ട് സെറ്റ് ചെയ്യാൻ അറിയാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡബിൾ ലെയർ വന്നിട്ടുണ്ട് കേട്ടോ. എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ലെയറാണ്, അല്ല ഈ ഒരു ലെയറാണ്, ഈ ഒരു മോഡലാണ്. മൊത്തം ലെയറാണ് വരുന്നു അതിൽ. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ, സൂപ്പറാണ്. ഇതൊക്കെ പർച്ചേസ് ചെയ്യണം. ഞാൻ പറയാം, നമ്മുടെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ദിനേട്ടനാണ് കേട്ടോ. അത് ഇടക്കിടക്ക് നോക്കാം, കാരണം നല്ല സൂപ്പർ കളക്ഷനാണ് നമ്മുടെ ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കേട്ടോ. ഇനി ഇവിടെ ഇല്ലാത്തൊരു മോഡലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഫോട്ടോ കാണിച്ച് അതൊക്കെ നമ്മളെ ദിനേട്ടൻ നിങ്ങൾക്ക് സെറ്റാക്കി തരും കേട്ടോ. പേര് പറയല്ലേ, പേര് പറയല്ലേ. നമുക്കുണ്ടല്ലോ പറയണ്ടെന്ന് പറഞ്ഞാൽ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, ഇതൊന്നും കൂടെ സെറ്റ് ചെയ്തു. ഇത് ശരിക്കും ഇത്രയും അധികമൊന്നും ഇടേണ്ട ആവശ്യമില്ല അല്ലേ, ഒരെണ്ണം തന്നെ ഇട്ടിട്ട് ഇതിങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മുടെ രചിത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്യണ കാണുമ്പോൾ. ഇതൊക്കെ ഇത് 1 പവൻ്റെ ആയിരിക്കും അല്ലേ? ഒരു പവൻ്റെ ഉള്ളിൽ, ഇത് 1 പവൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ മുത്തുമണീസേ. കണ്ടോ, 1 പവൻ്റെ ഉള്ളിൽ വരുന്ന നാഗാസിൽ വരുന്ന കളക്ഷനാണ്. നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ 1 പവനാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത് 1 പവൻ്റെ ഉള്ളിലേക്കാണ് വരുന്നതുള്ളൂ. കണ്ടോ, ഇതിടണോ? ഇനി ഇതിടണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഞങ്ങൾ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് കളക്ഷൻ നമ്മൾ ഇട്ട് കാണിക്കാത്തതുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു, ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കുകയാണ് കേട്ടോ. സൂപ്പറാണ്. അപ്പം ഞാനിതെല്ലാം ഈ മുത്തുമണിയുടെ മേലിട്ടിട്ട് നല്ലപോലെ കാണിച്ചു തരാം. ഈ എവിടെ ഇരുന്നോ?
ഗൈസ്, ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കൂട്ടുകാരും ഷെയറും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.